അസ്സലാമു അലൈക്കും. ജീവിതം നീ കണക്കാക്കിയ പോലെ ആകാതിരിക്കാം, പക്ഷേ അള്ളാഹുവിനറിയാം നിന്റെ പാത എങ്ങോട്ടേക്കാണെന്ന്. ഈ ഒരു സമയമാകുമ്പോൾ ഞാനിത് നേടും, ഈ പ്രായത്തിൽ എൻ്റെ വിവാഹം നടക്കും, ഈ വർഷം എൻ്റെ വീടാകും എന്നിങ്ങനെ പലർക്കും മനസ്സിൽ പല കണക്കുകൂട്ടലുകൾ ഉണ്ടാകാം. പക്ഷേ ആ കണക്കുകൂട്ടലുകൾ ചിലപ്പോൾ പാളിപ്പോകുന്നു. അതിന് ആരാണ് ഉത്തരവാദി? ഞാനോ, എൻ്റെ വിധിയോ, അല്ലെങ്കിൽ അള്ളാഹുവോ? ഈ ചോദ്യം തന്നെ നമ്മെ മനസ്സിൽ തകർക്കും. പക്ഷേ ഒരിക്കൽ നാം ആ ചോദ്യം മാറ്റണം. വൈ ഈസ് ദിസ് ഹാപ്പനിങ് ടു മീ? എന്തുകൊണ്ടാണ് ഇങ്ങനെ എനിക്ക് സംഭവിക്കുന്നത് എന്നതിന് പകരം വാട്ട് ഈസ് അള്ളാഹ് പ്രൊട്ടക്ടിങ് മീ ഫ്രം, ഓർ വാട്ട് ഈസ് ഹീ പ്രിപ്പയറിങ് മീ ഫോർ? ഏതിൽ നിന്നാണ് അള്ളാഹു എന്നെ സംരക്ഷിക്കുന്നത്, അല്ലെങ്കിൽ അവൻ എന്തിനാണ് എന്നെ തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നത് എന്ന് നാം ചോദിക്കണം. ഒരു പക്ഷേ നിന്റെ തകർച്ചകൾ എന്നത് നിന്നെ വഴി തെറ്റിക്കുന്നതിന് പകരം നേർവഴിക്ക് നടത്തിക്കുന്നതാകാം. നിന്റെ ജീവിതത്തിൽ ചിലപ്പോൾ നീ കണക്ക് കൂട്ടുന്നത് ഒന്നുകിൽ നല്ലൊരു ജോബ്, അല്ലെങ്കിൽ ഒരു ഫിക്സഡ് ഇൻകം, സെറ്റിൽഡ് ലൈഫ്, അങ്ങനെയൊക്കെ ആയിരിക്കാം. പക്ഷേ ലൈഫ് പോകുന്നത് നോ സിഗ്നൽ. പക്ഷേ ഇതൊന്നും ഒരു തകർച്ചയല്ല, ഇതെല്ലാം അള്ളാഹുവാണ് നിന്റെ വഴി മാറ്റി തെളിയിക്കുന്നത്. സൂറ അൽ ബക്കറയിൽ പറയുന്നുണ്ട്, ചിലപ്പോൾ നീ ഇഷ്ടപ്പെടാത്ത കാര്യം അതായിരിക്കും നിനക്ക് നല്ലത്. ഉദാഹരണത്തിന്, ചിലപ്പോൾ നീ കണക്ക് കൂട്ടിയതുപോലെ ഒരു നിശ്ചിത സമയം നിന്റെ വിവാഹം നടന്നു, എന്നാൽ അത് തകർന്നു. പക്ഷെ പിന്നീട് അതുകൊണ്ടാണ് നീ അള്ളാഹുവിലേക്ക് തിരിച്ചു വന്നത്. അല്ലെങ്കിൽ ഒരു ജോലി നഷ്ടപ്പെട്ടു, അവിടെയും നീ തകർന്നു. പക്ഷെ അതിലൂടെ നീ ഖുർആനോടും അള്ളാഹുവോടും കൂടുതൽ അടുക്കാൻ തുടങ്ങി. ഓർക്കുക, നോ എന്നത് ഒരിക്കൽ ബെറ്റർ യെസ് എന്നതിലേക്ക് നയിക്കും. നീ കരുതുന്ന സക്സസ് അല്ല, അള്ളാഹുവിന്റെ സക്സസ് ആണ് റിയൽ. ചിലപ്പോൾ നിനക്ക് തോന്നുന്ന സക്സസ് ഒരു ഇല്യൂഷൻ ആകാം. ധാരാളം പണം, പ്രശസ്തി, നേരത്തെയുള്ള വിവാഹ ജീവിതം, അല്ലെങ്കിൽ സെറ്റിൽഡ് കരിയർ. പക്ഷേ അള്ളാഹുവിന്റെ കണക്കിലെ വിജയം വ്യത്യസ്തമായിരിക്കും. ഹൃദയം സമാധാനത്തോടെ നിറഞ്ഞിരിക്കുക, 5 നേരത്തെ നമസ്കാരം ഉറപ്പാക്കുക, അതുപോലെ രാത്രി നമസ്കാരം ചെയ്യാനുള്ള മനസ്സ്, ഒറ്റയ്ക്കായാലും അവനെ ഓർക്കുന്ന മനസ്സ്. ഇതൊക്കെയാണ് അള്ളാഹുവിന്റെ കണക്കിലെ വിജയങ്ങൾ. അള്ളാഹു നമുക്ക് ആ വിജയം തന്നെയാണ് കൊടുക്കുന്നത്, പക്ഷെ നമ്മളത് തിരിച്ചറിയാറില്ല. തീർച്ചയായും ഖുർആനിലൂടെ പറയുന്നു, they plan and Allah plans and Allah is the best of planners. തീർച്ചയായും നമുക്ക് മുന്നേ ഉള്ള ഒട്ടനവധി പ്രവാചകന്മാർ ഇതുപോലെ ഒരുപാട് ആശങ്കകൾ അനുഭവിച്ചിട്ടുണ്ട് ജീവിതത്തിൽ. പക്ഷേ അപ്പോഴും അവർ അള്ളാഹുവോട് ചോദിച്ചിരിക്കുന്നത്, എന്തുകൊണ്ടാണ് എന്നെ? അള്ളാഹുവിനാണ് എല്ലാം അറിയുന്നത് എന്നാണ്. നമുക്ക് നമ്മളെക്കാൾ കൂടുതൽ അറിയുന്ന ഒരാൾ നമ്മുടെ കൂടെയുണ്ട്, അതാണ് അള്ളാഹു. നീ ഇപ്പോൾ ഈ വീഡിയോ കേൾക്കുന്നു, ചിലപ്പോൾ അത് തന്നെ ഒരു പ്ലാൻ ആയിരിക്കും. നീ ഇപ്പോൾ ഈ ടോക്ക് കേൾക്കുന്നു, ഇത് തന്നെ പ്രൂഫാണ്. അള്ളാഹ് ഈസ് വർക്കിംഗ് ഓൺ യു. ഹി ഡിഡ്ന്റ് ഫോർഗെറ്റ് യു, ഹി ഡിഡ്ന്റ് ലീവ് യു. ഹി ഈസ് റീഅറേഞ്ചിങ് യുവർ പാത്ത് ബിക്കോസ് യു ഡിസേർവ് ബെറ്റർ. അതെ, നീ ഇതിനേക്കാളും കൂടുതൽ അർഹിക്കുന്നുണ്ട്. അതിനായാണ് അള്ളാഹു നിന്നെ ഒരുക്കിയിരിക്കുന്നത്. അള്ളാഹുവാണ് ഹിദായത്ത് നൽകുന്നവൻ. ചിലപ്പോൾ നിനക്ക് അനുഭവപ്പെട്ടേക്കാം, ഞാൻ തകർന്നു, അല്ലെങ്കിൽ ഞാൻ ആശങ്കയിലാണ്. അത് തന്നെയാണ് അള്ളാഹു നിന്നെ തിരിച്ചു വിളിക്കുന്നുണ്ട് എന്നതിൻ്റെ ലക്ഷണം. അതുകൊണ്ട് തന്നെ ഇനി നിങ്ങളുടെ കണക്കുകൂട്ടലുകൾ പ്ലാൻ ചെയ്തതുപോലെ നടക്കുന്നില്ലെങ്കിൽ നിങ്ങൾ ഒരിക്കലും ചിന്തിക്കരുത്, എനിക്കെന്തുകൊണ്ടാണ് ഇങ്ങനെ. പക്ഷേ അതേസമയം നാം പറയേണ്ടത്, അൽഹംദുലില്ലാഹ്, അള്ളാഹുവിനറിയാം എനിക്ക് എന്താണ് യോജിച്ചത്, എന്താണ് യോജിക്കാത്തത് എന്ന്. കാരണം അള്ളാഹുവിന് മാത്രമാണ് അറിയുന്നത്. ചിലപ്പോൾ നാം കണക്ക് കൂട്ടിയ പ്ലാനുകൾ നമ്മെ തകർക്കുന്നതായിരിക്കാം. അതിനാൽ അവ നമ്മെ തകർക്കുന്നതിന് മുന്നേ അള്ളാഹു അവ തട്ടിക്കളയുന്നു. ചിന്തിക്കുക, നമ്മുടെ ജീവിതം നാം വിചാരിച്ചതുപോലെ പോകുന്നില്ലെങ്കിൽ അള്ളാഹ് തീർച്ചയായും നിങ്ങൾക്ക് ഒരു ബെറ്റർ റൂട്ട് ഒരുക്കി തരുന്നുണ്ട്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.